അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? കൂടുതൽ നിസ്കരിക്കുന്നവെന്ന് പറഞ്ഞോ? കൂടുതൽ നോമ്പ് നോൽക്കുന്നവെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. അതൊക്കെ അയാൾക്ക് കൂലി കിട്ടും. പക്ഷെ അയാളെ കൊണ്ട് സമൂഹത്തിന് എന്ത് കിട്ടി? അയാളെ കൊണ്ട് മുസ്ലിം സമൂഹത്തിനും സമുദായത്തിനും എന്ത് കിട്ടി? അപ്പൊ ഏറ്റവും കൂടുതൽ അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും നല്ല മനുഷ്യനാരാ? അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും വലിയ മനുഷ്യൻ അംഫഉഹുൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്. ഖൈറുൻ നാസ് ഇൻദല്ലാഹി തആല അംഫഉഹും ലിന്നാസ്. ഞാനല്ല പറയുന്നത്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിന്റെ മുമ്പിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ്? ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഉപകാരം ചെയ്യുന്ന ആള് നിസ്കരിക്കണം, നോമ്പ് നോക്കണം, ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യമൊക്കെ വേണം. അടിസ്ഥാനപരമായ ദീനീ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജനസേവനം നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ, പൊതുപ്രവർത്തകൻ, സാമൂഹ്യ സേവകൻ, അവന് വലിയ പദവിയാണല്ലോ നൽകുന്നത്. എത്ര മനോഹരമാണ് സൂഫിയാക്കൾ പറഞ്ഞത്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവൻ, ജനസമൂഹത്തിൽ വെച്ച് ഏറ്റവും നല്ലവൻ, മാ ബൈനൽ വറ, ജനങ്ങൾക്കിടയിൽ ഏറ്റവും നല്ല മനുഷ്യരാനാണ് റജുലുൻ, ഒരു വ്യക്തിയാണ്. എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത? അവന്റെ കൈ കൊണ്ട് നേടും, അവന്റെ കൈ കൊണ്ട് നിർവഹിക്കപ്പെടും. തുഖല എന്ന വാക്കിന്റെ നേരർത്ഥം വീട്ടുക എന്നാണ്. അവന്റെ കൈ കൊണ്ട് അവൻ വീട്ടും ചെയ്യും. എന്ത്? ലിന്നാസി, ജനങ്ങൾക്ക്, ഹാജാത്തുൻ, അവരെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവൻ അവന്റെ കൈ കൊണ്ട് നേടിക്കൊടുക്കുന്ന. അവന്റെ കയ്യാൽ ജനങ്ങൾക്ക് കുറെ ഉപകാരം കിട്ടും. അതിനർത്ഥം കൈകൊണ്ട് ഉപകാരം എന്നല്ല, ആ വ്യക്തി ചെയ്യുന്ന സാമൂഹ്യ സേവന പ്രക്രിയ കൊണ്ട് സമൂഹത്തിന് കുറെ ഗുണം കിട്ടുന്നതിന്റെ അർത്ഥം. ആ ഗുണം കിട്ടുന്ന പ്രവർത്തനം നിങ്ങൾ ചെയ്താൽ അയാൾ എന്നും സ്മരിക്കപ്പെടുകയും ചെയ്യും. നല്ല പ്രവർത്തനം ചെയ്യുന്ന ആൾ മരിച്ചു പോയാൽ ജനങ്ങൾ അദ്ദേഹത്തെ സ്മരിക്കും. ആ കവിതയുടെ ബാക്കി അങ്ങനെയാണ്. എന്താണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ചില ആളുകൾ മരിക്കുന്നു, എല്ലാവരും മരിക്കുമല്ലോ. പക്ഷെ അവര് ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ മരിക്കില്ല, അവര് ചെയ്ത സൽപ്രവർത്തനങ്ങൾ മരിച്ചു പോകില്ല. ഒരാൾ ഈ നാട്ടിൽ ചാവക്കാട് നിന്ന്, ഈ അഞ്ചങ്ങാടിയിൽ നിന്ന് ഒരാൾ മരിച്ചു പോയാലും ശരി, അയാൾ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ എക്കാലത്തും ജനങ്ങൾ അയാളുടെ നല്ല പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഓർക്കും. ആ മനുഷ്യൻ എന്തൊക്കെ ഉപകാരം ചെയ്തിരുന്നു, എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു. ജനങ്ങളെ നാക്കിൻ തുമ്പില്ല മനുഷ്യൻ ജീവിച്ചു കൊണ്ടേയിരിക്കും. സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു നിസ്കാരക്കാരൻ മരിച്ചുപോയ അയാൾ നിസ്കരിച്ചു, അയാൾക്ക് കൂലി കിട്ടി, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് അയാളുടെ ഇബാദത്തിന് പുറമെ സമൂഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു എങ്കിൽ ആ നല്ല കാര്യങ്ങളുടെ പേരിൽ അയാൾ സ്മരിക്കപ്പെടും. ചില ആൾക്കാർ ജീവിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ, നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ. അതേ സമയത്തോ വഹും ഫിന്നാസി അംവാത്തുൻ, അവൻ മരിച്ചവനെ പോലെയാണ്. ജീവിക്കുമ്പോൾ തന്നെ മരിച്ചവനെ പോലെ. അവൻ ഉള്ളതുകൊണ്ട് ഒരു ഗുണം ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ വ്യക്തി ഇവിടെ ജീവിക്കുന്നുണ്ട്, പക്ഷെ അവനെ കൊണ്ട് ഒരു ഉപകാരം, മരിച്ചവനെ പോലെ. അവൻ ഉണ്ടായാലും കണക്കാ, ഇല്ലെങ്കിലും കണക്കാ. എന്തുപകാരം കിട്ടി അവനെ കൊണ്ട്? അവൻ നമ്മൾ ഓരോരുത്തരും മനസ്സ് തുറന്ന് ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ എന്തുണ്ടോ ആ സൽക്കർമ്മങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ നിർവഹിച്ചിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അതുണ്ടാകണമെങ്കിൽ മനസ്സിൽ ഈ ദീന് വേണം. ദീനുണ്ടായാൽ തഖ്വ, തഖ്വണ്ടെങ്കിൽ നസീഹത്തും ഉണ്ടാവും. അവൻ ദീൻ ഇവിടെ നിലനിൽക്കണം എന്ന കാഴ്ചപ്പാട്. അതിനല്ലേ ഇപ്പൊ ഈ പള്ളി, മദ്രസ, ദീനി സ്ഥാപനമൊക്കെ. അല്ലെങ്കിൽ എന്തിനതൊക്കെ? അവനവന്റെ വീട്ടിലൊരു മുസല്ല വിരിച്ച് നിസ്കരിച്ചാൽ എത്ര സുഖമായിട്ട് നിസ്കരിക്കുക. വെറുതെ ലക്ഷക്കണക്കിന് രൂപയുടെ പള്ളി ഇവിടെ ഉണ്ടാക്കി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ലല്ലോ. ജനങ്ങൾ എല്ലാവരും വന്ന് ഒരുമിച്ച് നിസ്കരിക്കുന്ന ദീനിന്റെ ഷിആർ അടുത്ത തലമുറക്ക് കിട്ടാനാണ്. ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, നമ്മൾ മുസ്ലിമായി ജീവിച്ചാൽ പോരാ, ദഅവത്ത് നിർവഹിക്കണം എന്നുള്ളതാണ്. ദീൻ ഇവിടെ നിലനിർത്താനുള്ള പണി നമ്മളെടുക്കുക. നിങ്ങൾ എന്താ എടുത്തത്? ദീനിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പൊ നിങ്ങൾക്ക് പഠിച്ചവരോട് പറയാം, ഇതിപ്പോ നിങ്ങൾ ദീനിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഈ സമയം നിങ്ങൾക്ക് ഏറെ ഉപകരിക്കും. നാളെ മീസാൻ തൂക്കുമ്പോൾ ഈ സമയം കൃത്യമായി നിങ്ങൾക്ക് ഹസനാത്തിന്റെ തട്ടി തൂങ്ങും. അള്ളാഹു ആ പ്രതിഫലം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇത് കിട്ടും. എന്താ കാരണം? നിങ്ങൾ വന്നിരിക്കുന്നത് ദീനിന് വേണ്ടി, വേറൊരു കാര്യമല്ല. ചായ കിട്ടൂല, ഇവിടുന്ന് സ്നാക്സ് കിട്ടൂല,
നിങ്ങൾക്ക് ഒന്നും ഇവിടുന്ന് കിട്ടുമല്ലോ. ചിലപ്പോൾ സംഭാവന ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഒരു ഉപകാരം നിങ്ങൾക്ക് ഇവിടുന്ന് സംഘാടകരായി നിന്ന് കിട്ടിക്കൊള്ളുന്നില്ല, പക്ഷെ പരലോകത്ത് കിട്ടും. എന്താ? ദീനിന് വേണ്ടി വന്നിരുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കുറേ കൊടുത്തു എന്ന് വിചാരിക്കും, ഇവർക്ക് വല്ലതും കിട്ടുമോ? നിങ്ങൾ കൊടുക്കുന്ന കാശ് കൊണ്ട് ഇവർക്ക് വല്ല ഉപകാരം ഉണ്ടോ? ഇല്ല. അതെന്താ? അവർ ദീനിന് വേണ്ടി അങ്ങോട്ട് ചിലവാക്കും. ആ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അതിന് വേണ്ടിയുള്ള അവരുടെ അധ്വാനം അത് പടച്ചറപ്പ് സ്വീകരിച്ചാൽ അവർക്ക് കിട്ടും. അതാണ് അവരത് ഉദ്ദേശിക്കുന്നത്, നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ തഖ്വ മനസ്സിൽ ജനിക്കലാണ് നോമ്പിന്റെ കാര്യം കൂട്ടരെ. ഈ തഖ്വയാണ് ഖദ വസൈനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലഖദ് വസൈനല്ലദീന ഊതുൽ കിതാബ് മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട സമൂഹം കടന്നു പോയിട്ടുണ്ട്, അവർക്കും നമ്മൾ വസിയത്ത് ചെയ്തിരിക്കുന്നു. അവരോട് നമ്മൾ പറയും വസിയത്താണ് വളരെ പ്രധാനമാണ്. അയാളെ വസിയത്ത് എന്നൊക്കെ പറയില്ല നമ്മൾ, മരിച്ചു അയാളെ വസിയത്താ. വസിയത്ത് എന്ന് പറയുമ്പോൾ അത് സാധാരണ വാക്ക് പോലെയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ വസിയത്തിന്റെ പ്രാധാന്യമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു തന്നെ പറയാണ്, ഇവരോടൊക്കെ ഞാൻ വലക്കത് വസ്വൈന, ഞാൻ വസിയത്ത് ചെയ്തിരിക്കുന്നു. എന്താ വസിയത്ത്? നിങ്ങളോടും നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളോടും അനിത്തഖുല്ലാഹ്, നിങ്ങൾ പടച്ചവനെ പേടിച്ച് ജീവിക്കണം കേട്ടോ. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം കേട്ടോ. എപ്പോഴും ഒരു മനുഷ്യന്റെ മനസ്സിൽ ഈ തഖ്വ വേണം. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം നാളെ പരലോകത്തിന് ശിക്ഷയാണോ രക്ഷയാണോ കിട്ടുക എന്നുള്ളൊരു ചിന്ത, അത് തന്നെ തഖ്വ. നമ്മൾ എന്തൊരു പണിയെടുക്കുമ്പോഴും ഒരു വാക്ക് പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഇതുകൊണ്ട് പരലോകത്ത് ഗുണമാണോ ദോഷമാണോ വരിക? ദോഷമാണെങ്കിൽ ഒഴിവാക്കുക, ഗുണമാണെങ്കിൽ ചെയ്യുക. ഇതാണ് തഖ്വയുടെ ബേസ്. അതാണ് വളരെ പ്രധാനം. ഇടക്കാലത്ത് വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ? നമ്മൾ ഭൗതികതയിലേക്ക് ലയിച്ചു പോയി, ഭൗതിക താല്പര്യത്തിലേക്ക് നമ്മൾ പോയി. നമുക്ക് ജീവിക്കാനുള്ള സൗകര്യമൊക്കെ പടച്ചിറപ്പ് തന്നിട്ടുണ്ടല്ലോ. അത്യാവശ്യം എല്ലാവർക്കും ജീവിക്കാനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാവും. ഓരോരുത്തർക്കും അവനവൻ്റെ പരിധി അനുസരിച്ച് ജീവിക്കാൻ പറ്റും. ഇപ്പം എത്യോപ്യയിലെ മക്കൾ ജീവിക്കണില്ലേ? ദക്ഷിണാഫ്രിക്കയിലെ മക്കൾ ജീവിക്കുന്നില്ലേ? എന്താ കാര്യം? അവർക്ക് വിഭവങ്ങൾ കുറവാണ്, പക്ഷെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു. പാലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ കൊച്ചുകുട്ടികൾ ജീവിക്കുന്നില്ലേ? ടെന്റുകളിൽ അവർ കിടക്കുന്നില്ലേ? നമുക്ക് എത്ര വലിയ സൗകര്യമാണ്. അപ്പൊ ഓരോ മനുഷ്യനും അവന് പ്രകൃതിയോട് താരതമ്യപ്പെട്ടുകൊണ്ട് പടച്ചറബ് വിധിച്ച വിധിക്കനുസരിച്ച് ജീവിക്കാനൊക്കെ കഴിയും. പക്ഷെ നമുക്കുള്ള കുഴപ്പം എന്താ? നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുകയാണ്. അതാ പ്രശ്നം. അപ്പോഴാണ് നമ്മളെ തഖ്വ നഷ്ടപ്പെടുന്നത്. എനിക്ക് ജീവിക്കാനുള്ള സൗകര്യം വീടൊക്കെ പഠിച്ചോ തന്നിട്ടില്ല, മറ്റവൻ്റെത് കുറച്ച് വലുതായി കാണുമ്പോൾ അതെങ്ങനെ കിട്ടുന്ന പിന്നെ ചിന്തിക്കുന്നത്. മറ്റുള്ളവർക്കൊപ്പം നിൽക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരാൾ ആർഭാടകരമായ കല്യാണം നടത്തിയാൽ ഞാനും അങ്ങനെ ആക്കണമല്ലോ. ആ ആർഭാടം ഞാൻ ആഗിരണം ചെയ്യാൻ, എനിക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല, പിന്നെ ഞാൻ കടം വാങ്ങുകയാണ്. അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട. നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ ഖനാഅത്ത് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അത് മനുഷ്യന് തീരല്ലേ? ഒരു മനുഷ്യന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തയ്യാറല്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞെന്താ? വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅന ബിഹി അസ്വാജൻ മിൻഹും സഖറത്തൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീഹ് വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. പരിശുദ്ധ ഖുർആനിൽ ഈ വചനം കൃത്യമായി ഒരു മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നു. വലാ തമുദ്ദന്ന ഐനൈക, നീ കണ്ണ് നീട്ടണ്ട, നീ നോക്കി കണ്ട് ആസ്വദിക്കാൻ നിൽക്കണ്ട, നീ അതിന്മേലേക്ക് കണ്ണ് വെക്കണ്ട. വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅന ബിഹി അസ്വാജൻ മിൻഹും സഖറത്തൽ ഹയാത്തിദ് ദുനിയ. ഈ ലോകത്തെ വിഭവ സമാഹരണങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ ലോകത്തെ സമൃദ്ധമായ വിഭവങ്ങളൊക്കെ ഒരാൾക്ക് കൊടുത്തത് കണ്ടുകൊണ്ട് അതിലേക്ക് നീ നോക്കണ്ട. ഒരാൾ നല്ല സുഖിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്, നല്ല വാഹനം, നല്ല വീട്, നല്ല സൗകര്യം, അടിച്ചു പൊളി ജീവിതം. അത് നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ കണ്ണ് നട്ടിട്ട് എപ്പോഴാ ഞാൻ അവിടെ എത്തുകയെന്ന് ചിന്തിക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട. ലിനഫ്തിനഹും ഫീഹ്, അവിടെ തന്നെ പറയുന്നുണ്ട്. അത് അവരെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്തതാ. അള്ളാഹു സമ്പത്ത് തന്നാലും പരീക്ഷണമാണ്, ദരിദ്രനാക്കിയാലും പരീക്ഷണമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് കൊടുത്ത പരീക്ഷ, അതിലേക്ക് നീ നോക്കണ്ട. വറിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. നിനക്ക് നിന്റെ പടച്ച തമ്പുരാൻ തന്ന ഭക്ഷണം ഉണ്ടല്ലോ, റിസ്ക് എന്നുള്ളതുകൊണ്ട് ഭക്ഷണം എന്ന് മാത്രമല്ല ഉദ്ദേശം, വിഭവങ്ങൾ മൊത്തം അത് അള്ളാഹു നിനക്ക് തന്നിട്ടുള്ളതിൽ നിനക്ക് ഖൈറുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയതിൽ ഒരു സംതൃപ്തി നമുക്ക് മനസ്സിൽ വേണം. പിന്നെ ഉണ്ടായിക്കോട്ടെ, ഉണ്ടാക്കാൻ ശ്രമിച്ചോട്ടെ, അധ്വാനിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ വേറുള്ളവനെ പോലെ ആവാൻ ശ്രമിക്കണ്ട. നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മതപരമായ വിഷയത്തിൽ നേരെ തിരിച്ചുമാണ് വേണ്ടത് എന്നാണ്. മതപരമായ വിഷയത്തിൽ എപ്പോഴും മേലെയുള്ള ആളെ നോക്കണം എന്നാണ്.
ഒരാൾ കൂടുതൽ സുന്നത്ത് നിസ്കരിക്കാൻ പഠിച്ചവൻ എനിക്കും അങ്ങനെ സുന്നത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞെങ്കിൽ അയാൾ കുറേ സുന്നത്ത് നോമ്പ് നോക്കണം, എനിക്കും അങ്ങനെ ഇനി മുതൽ സുന്നത്ത് നോമ്പൊക്കെ നോറ്റ് നോക്കണം. അങ്ങനെ ഒരു തഖ്വയുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരേണ്ട വികാരത എന്ത്? മതപരമായ വിഷയത്തിൽ മറ്റുള്ളവന്റെ കൂടെ എത്താൻ ശ്രമിക്കുക, മുകളിലുള്ള ആളെ നോക്കേണ്ടത്. ദുന്യാവിന്റെ വിഷയത്തിലോ താഴോട്ടാ നോക്കേണ്ടത്. അങ്ങനെ നോക്കേണ്ടത്, അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഇദാ നദറ ഫീ ദീനിഹി ഇലാ മൻ ഹുവ അഅലാഹ്, മതപരമായ വിഷയത്തിൽ മുകളിലുള്ളവനെ നോക്കുക. കൂടുതൽ തഖ്വയോടെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ പഠിച്ചവനെ അയാൾ അത്ര ഭംഗിയായിട്ട് നിസ്കരിക്കണം, എനിക്കും അങ്ങനെ നിസ്കരിക്കണം. അതാണ് വികാരം. വഫീ ദുന്യാഹു ഇലാ മൻ ഹുവ ദൂനഹു, ദുന്യാവിന്റെ വിഷയത്തിൽ താഴേക്കാ നോക്കേണ്ടത്.